ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അലർജി ഉള്ളവർക്കും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് നല്ല ഉണങ്ങിയ മൈലാഞ്ചി ഇലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ഉണങ്ങിയ മൈലാഞ്ചി ഇലയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇല നല്ല പെട്ടെന്ന് തന്നെ ഇത് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് മൈലാഞ്ചി ഇല ഉണക്കിയെടുക്കരുത് കേട്ടോ. തണലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കുക. അത് നമ്മളിപ്പോൾ മൈലാഞ്ചി എന്ന് മാത്രമല്ല, നമ്മൾ നീലമരിയുടെ ഇല ആയാലും അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നവരുണ്ടാകും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഹെന്ന ആയാലും നീലമരി ആയാലും നമ്മൾ പൊടി തയ്യാറാക്കി എടുക്കരുത്. അപ്പോൾ ഇത് തണലത്ത് വെച്ചിട്ട് വേണം ഈ ഇലകൾ ഉണക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മൈലാഞ്ചിയിൽ ഇവിടെ നമ്മളൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് നിന്നിട്ട്. അപ്പോൾ ഇത്രയും സമയം മതിയും. ഇലയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് 3 ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെറുതായിട്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നെല്ലിക്ക എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ പൊടി എടുക്കണം കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലെ നെല്ലിക്ക തന്നെ എടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് മൈലാഞ്ചി ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈലാഞ്ചിയുടെ ഇല മുഴുവനായിട്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് തലനീരിറക്കോ ജലദോഷമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. 3-4 ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി ഡ്രൈ ആകത്തില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ മൈലാഞ്ചിയുടെ ഇല സോക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളം വേണം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു പഴയ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തുണി വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെഡിഷ് കളറിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ആ ഒരു ഉണങ്ങിയ മൈലാഞ്ചിയുടെ ആ ഒരു ഇലയും ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയില എടുക്കരുത്, ഉണങ്ങിയ മൈലാഞ്ചിയില തന്നെ എടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 സാഷെ സൺറൈസിൻ്റെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അത് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ആ ഒരു തരിയൊന്നും ഉണ്ടാകത്തില്ല, നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആയിരിക്കും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് കളറായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിവിടെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി നല്ലൊരു ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ.
ഇത് നമ്മളിതുപോലെ കോരി എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സ്പൂണിൽ ഇതുപോലെ ഈ കളർ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബ്ലാക്ക് ഹെന്ന പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ഏതൊരു ഹെയർ ഡേയുടെ കൂടെയും നമുക്കിത് ചേർത്ത് കൊടുക്കാം. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ടും പറ്റും കേട്ടോ. നല്ല റിസൾട്ടാണ്. കാരണം നമ്മൾ ഏതൊരു ഹെയർ ഡേ ആണോ യൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹെന്ന പൗഡർ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി റിസൾട്ടാണ് കേട്ടോ. കുറച്ച് കൂടുതൽ നാൾ ആ ഒരു കളർ അതുപോലെ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുടി നന്നായിട്ട് ബ്ലാക്ക് കളറായിരിക്കാനും അത് കുറച്ച് നാളൊന്ന് സ്റ്റേ ആവാനും പറ്റുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഈ ബ്ലാക്ക് ഹെന്ന പൗഡറിൽ ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ഉണ്ടാക്കി ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ഹെയർ ഡേ തയ്യാറാക്കുമ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ ഒക്കെ നമ്മൾ ആ തയ്യാറാക്കുന്ന ഹെയർ ഡേയിലേക്ക് ചേർത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇപ്പം നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നോക്കി കണ്ടോ. നല്ല റിസൾട്ടാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അതുപോലെ തന്നെ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ മുടിയിൽ ഓയിലൊന്നും ഉണ്ടാവരുത് കേട്ടോ. മുടിയിൽ ഓയിലില്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവൂ കേട്ടോ. ഷാമ്പൂ തളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇൻഡിഗോയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്